Hello friends, welcome to channel 𝙑𝙠 channel സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം. അപ്പോൾ നമ്മളെന്ന് പറയുമ്പോൾ നാവി ലോൺസിൻ്റെ ആപ്പിനെ കുറിച്ചാണ്. അപ്പോൾ കുറേ പേര് ഇപ്പോൾ നമുക്കറിയാം ഓൺലൈനായിട്ടുള്ള ലോൺ ആപ്സ് കുറേ പേര് ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എമർജൻസി കാര്യങ്ങളൊക്കെ നമുക്ക് വരുമ്പോൾ ഇത് കിട്ടാൻ നമ്മുടെ നോർമൽ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള സംഭവത്തിലേക്ക് പോയിട്ട് കിട്ടുന്നതായിട്ടും ഈസി ആയിട്ട് നമുക്ക് ഓൺലൈനിൽ കിട്ടുന്നതാണ്. പക്ഷേ എന്തായാലും ഇത് റെക്കമെൻഡും കാര്യങ്ങളൊന്നുമല്ല. എന്താ വെച്ചാൽ അതിൻ്റെ സ്ട്രിക്റ്റ് എല്ലാത്തിൻ്റെയും അതിൻ്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്ക്ലെയിമർ കൊടുത്തിട്ടാണ് ഇത് പറയുന്നത്. നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ ഒരു എന്താ പറയുക റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. എന്നാൽ നാവി ലോൺ അത്യാവശ്യം പക്ഷേ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ചെറുതായിട്ടൊക്കെ പണി ചിലപ്പോൾ വരികയൊക്കെ ചെയ്യും, പറയാനൊന്നും പറ്റില്ല എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മളെന്തായാലും ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്തിട്ടില്ല, ഇത് റെക്കമെൻഡ് ചെയ്യാല്ലത്. അപ്പോൾ കുറേ പേര് ഞാൻ ഓൾറെഡി പറയാം, നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കുറേ പേര് ഇതിന് റെക്കമെൻഡ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു നമുക്ക് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. നമുക്കിത് ആക്ച്വലി ഇങ്ങനെ ഒരു സംഭവം നമുക്ക് എങ്ങനെ എമർജൻസിക്ക് എടുക്കുക എന്നുള്ളൊരു എഡ്യൂക്കേഷണൽ വീഡിയോ പോലത്തെ സംഭവമാണ്, അത്രേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പറയാം നമുക്ക് എന്തായാലും. ഞാൻ അത് ആക്ച്വലി ഉപയോഗിക്കുന്നില്ല, ഞാൻ ഓൾറെഡി പറയാണ്. നാവി പേഴ്സണൽ ലോണിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 20 lakhs വരെ നമുക്ക് പേഴ്സണൽ ലോൺ കിട്ടാനുള്ളൊരു ഓൺലൈനായിട്ട് ഇവരെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തന്നെ പറയുകയാണെങ്കിൽ നാവി ലോൺ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു NBFC നടത്തുന്ന ഒരു ഓൺലൈൻ ആപ്പാണ്. ഇവർക്ക് ശരിക്കും ഓഫീസും കാര്യങ്ങളൊക്കെ നമുക്ക് നോർത്തിലുണ്ട്. പക്ഷേ ഇത് നമ്മുടെ അവരെ തന്നെ ഒരു ക്രെഡിറ്റ് സ്കോറൊക്കെ ചെക്ക് ചെയ്യുക. ഒരു ക്രെഡിറ്റ് സ്കോർ നമ്മുടെ ബാങ്കിങ്ങും നമ്മുടെ സാലറി അക്കൗണ്ട് ഇവർക്ക് ലിങ്ക് ചെയ്ത് കൊടുക്കണം. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് നമ്മളിതിൽ ചെയ്യുമ്പോൾ ആപ്പിൽ കൂടെ. നമ്മൾ നെറ്റ് ബാങ്ക് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് 3 മാസത്തെ 6 മാസത്തെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് ആക്ച്വലി ഇവർ നമ്മുടെ ഇത് സംഭവങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് തരുള്ളൂ. അപ്പോൾ നോർമലി എല്ലാവർക്കും കിട്ടില്ല. ഇപ്പോൾ ഞാൻ ഓൾറെഡി പറയുകയാണ് എല്ലാവർക്കും കിട്ടില്ല കേട്ടോ അത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോർമൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ ലേസി പേ കാർഡോ അല്ലെങ്കിൽ പോസ്റ്റ് പേ കാർഡോ കൊടുക്കുന്ന പോലെ ആധാറും പാൻ കാർഡും മാത്രം പോരാ. ഇവരെ നമ്മുടെ ആപ്പിൽ കയറിയിട്ട് നമുക്ക് ഇവരുടെ സംഭവങ്ങളൊക്കെ ഇതിൽ ലിങ്ക് ചെയ്ത് കൊടുക്കണം. ആധാർ വേണം, പാൻ കാർഡ് വേണം, നമ്മുടെ സാലറി അക്കൗണ്ട് ലിങ്ക് ചെയ്ത് കൊടുക്കണം, നമ്മുടെ സാലറി അക്കൗണ്ട് ബാങ്കിങ് ഡീറ്റെയിൽസ് കൊടുക്കണം. ഇതൊക്കെ നമുക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ അതിൻ്റെ ലോൺ ഡീറ്റെയിൽസ് പറയാൻ നമുക്ക് മിനിമം 10,000 വരെ ലോണാണ് കിട്ടുക. 10,000 തൊട്ടാണ് മിനിമം ലോൺ കിട്ടുക. മാക്സിമം കൊടുക്കുന്നത് 20 lakh ആണ്. പിന്നെ നമുക്ക് ടെൻജർ വരുന്നത് എന്ന് വെച്ചാൽ എത്ര മാസം കൊണ്ട് അടയ്ക്കാന്ന് പറയുന്നത് 3 മാസം തൊട്ട് 72 മാസം വരെയാണ്. പക്ഷേ ഒരു നോർമലി എനിക്ക് തോന്നുന്നത് 3 months 8 months ഒക്കെ നോർമലി കൊടുത്തിട്ട് കണ്ടിട്ടുള്ളൂ. ഞാൻ 2-3 പേർക്ക് കണ്ടേക്കുന്നത് അവർക്ക് ഒരു 1.5 ലക്ഷമൊക്കെ അപ്രൂവ് ആയിട്ട്. പക്ഷേ നമുക്ക് ടെൻജറൊക്കെ ഒരു 6 മാസം 8 മാസമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. 33 കൊല്ലം കാര്യങ്ങളൊന്നും കാണാനില്ല. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറയുന്നത് കൂടുതൽ തന്നെയാണ്. 9.9% to 36% പെർ ആനം ആണ് വരുന്നത്. അപ്പോൾ 36% നമ്മൾ ബാങ്കർ കൊടുത്താണ്. നമുക്ക് ക്രെഡിറ്റ് കാർഡിനൊക്കെ വരുന്നത് 13 to 16% ഒക്കെയാണ് പെർ ആനം നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നത്. പിന്നെ പ്രോസസ്സിംഗ് ഫീ ആയിട്ട് അതും കൂടുതലാണ്. 3.9% to 6% വരെ നമുക്ക് ലോൺ എമൗണ്ട് നിന്ന് പ്രോസസ്സിംഗ് ഫീസ് ആയിട്ട് അവർ എടുക്കും. 2.5% ആണെന്നുണ്ട് നമ്മുടെ മണി വ്യൂ ലോണിന് അവർ പ്രോസസ്സിംഗ് ഫീസ് എടുക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ അതാണ് കുറവ് കേട്ടോ. കൊളാട്രൽ ആവശ്യമില്ല, ഫോർക്ലോസർ ചാർജും ഇല്ല കേട്ടോ. അത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിതിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇത് എടുക്കുന്ന സമയത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ ആക്ച്വലി നമ്മുടെ ലോൺ കിട്ടിയ എമൗണ്ട് ആക്ച്വലി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരിക കേട്ടോ. പിന്നെ ഇതിൽ മിനിമം പ്രോസസ്സിംഗ് ചാർജ് വരുന്നത് 1,499 രൂപയാണ്. മാക്സിമം വരുന്നത് 7,499 രൂപയാണ് പ്രോസസ്സിംഗ് ചാർജ് മിനിമം വരുന്നത്, പ്ലസ് GST വരും. പിന്നെ നമുക്കിതിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, സാലറി സ്ലിപ്പ് അത് എന്തായാലും അവർ മോസ്റ്റ്ലി ചോദിക്കും. പിന്നെ നമ്മുടെ പ്രൊഫൈൽ അനുസരിച്ചിരിക്കും. ഒരു 10% ചിലപ്പോൾ ചോദിക്കില്ല എന്ന് ചോദിക്കാം. പക്ഷേ മാക്സിമം എല്ലാവരോടും ചോദിക്കട്ടോ. പിന്നെ ഇനിഷ്യൽ പേപ്പർലെസ് ആണ്, 100% പേപ്പർലെസ് ആണ്. നിങ്ങൾക്ക് അറിയായിരിക്കും. മിനിമം ഡോക്യുമെൻറ്റേഷൻ ആണ് വേണ്ടോ. പ്രിൻ്റ് ഔട്ട്സും ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ ഇൻട്രസ്റ്റ് നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റും കൊളാട്രൽ റെക്കോർഡൊന്നും വേണ്ട. ക്ലോസിങ് നമുക്ക് ഫോർക്ലോസിങ് ചെയ്യാൻ, ഫോർക്ലോസിങ് എന്ന് പറഞ്ഞാൽ ഫുള്ളി അടച്ചു തീർക്കാൻ നമുക്ക് എക്സ്ട്രാ ചാർജുകളൊന്നും ഇല്ല. അത് നല്ല കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ അതിൽ ലോൺ എലിജിബിലിറ്റി അവർ പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, ഒക്യുപ്പേഷൻ ആയിരിക്കണം, സെൽഫ് എംപ്ലോയ്ഡ് അല്ലെങ്കിൽ സാലറീഡ് ആയിരിക്കണം, ഏജ് 18 to 65 ഇടയിലായിരിക്കണം. അതുപോലെ തന്നെ പക്ഷേ മിനിമം റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് 21 years തൊട്ടാണ് കേട്ടോ. ക്രെഡിറ്റ് സ്കോർ ഒരു 650 above വേണം. ലൊക്കേഷൻ ഇവരുടെ സർവീസബിൾ ലൊക്കേഷനിലായിരിക്കണം. പക്ഷേ നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ ഓൾമോസ്റ്റ് ഞാൻ കേരളത്തിലാണ് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ടാവണമല്ലോ. കേരള, എറണാകുളം, കൊല്ലം, കോട്ടയം, തിരുവനന്തപുരം, തൃശ്ശൂർ ഇതുവരെയായിട്ട് നമുക്ക് ഓൾറെഡി ഈ സ്ഥലത്തൊക്കെ ഈ ലോണിൻ്റെ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നമുക്ക് പാൻ കാർഡും ആധാർ കാർഡും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കറിയാം KYC ചെയ്യേണ്ടി വരും. പിന്നെ എന്താ പറയുക, എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ആക്ച്വലി ഇവർക്ക് നമ്മുടെ നാവി ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. നാവി ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ആക്ച്വലി അതിൽ നമ്മുടെ മൊബൈൽ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്യാം. ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ആക്ച്വലി ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് ഈസിയാണ്. നിങ്ങളുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്നുള്ളൂ. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഫസ്റ്റ് ചോദിക്കുന്ന മൊബൈൽ നമ്പർ ആയിരിക്കും. മൊബൈൽ നമ്പർ കൊടുക്കുക, OTP വരും. അതായത് പിന്നെ കഴിഞ്ഞിട്ട് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുക. നിങ്ങൾ കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ എന്താ പറയുക
ഇമെയിലും മൊബൈൽ നമ്പറും നമ്മുടെ ബാങ്കിൻ്റെ നമ്മുടെ മെയിൻ ബാങ്കിൻ്റെ കൊടുത്ത അതേ സാധനം കൊടുക്കാൻ ശ്രദ്ധിക്കുക. ചിലപ്പോൾ അത് കാരണം റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അത് കൊടുത്തില്ലെങ്കിൽ. പിന്നെ നമുക്ക് ഒരു റിക്വയർഡ് നമ്മുടെ സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്കൊരു എമൗണ്ട് അവർ കാണിക്കും. നമുക്ക് ആ എമൗണ്ടിൽ എത്ര വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. നമുക്ക് ആ സെലക്ഷൻ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഒരു 50,000 നമുക്ക് അപ്രൂവ്ഡ് ആണെങ്കിൽ നമുക്ക് 50,000-ൻ്റെ 10 തൊട്ട് എത്ര വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഒരു 15 വേണമെങ്കിൽ 15 സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആ ടെൻജറും സെലക്ട് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഇപ്പോൾ ഒരു 9 months വരെ നമുക്ക് അപ്രൂവ്ഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 3 മാസമോ 6 മാസമോ 9 മാസമോ ഒക്കെ ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അങ്ങനെ ഒരു ഫീച്ചർ ഇതിലുണ്ട്. പിന്നെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം ഓൺലൈൻ മണി ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ അപ്രൂവ് ചെയ്ത നമ്മുടെ ഈ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അത്രേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നും ഇല്ല. ഈസിയാണ്, സംഭവങ്ങളൊക്കെ ഈസി തന്നെയാണ്. ഇത് ആക്ച്വലി ഇതിൻ്റെ കമ്പനിയുടെ പേര് വരുന്നത് നാവി ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ സൈറ്റിലും നിങ്ങൾക്ക് ഇവരുടെ എന്താ പറയുക ആപ്പിൽ കൂടെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. സൈറ്റിൽ കൂടെ നമുക്ക് അവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഫുൾ ആപ്പ് ഇവരുടെ തന്നെയാണ്. കസ്റ്റമർ കെയർ ഫുൾ ആപ്പ് തന്നെയാണ്. നവി പേഴ്സണൽ ലോൺ വരുന്നത് ഓൾറെഡി 9.9% പറയാൻ അത് കൂടുതലാണ് കുറച്ച്, എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ പെട്ടെന്ന് എമർജൻസി വരുമ്പോൾ വേറെ രക്ഷയില്ല. ഞാൻ എന്തായാലും അവരൊരു EMI-ൻ്റെ റേറ്റ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഓൾമോസ്റ്റ് ഞാനിപ്പോൾ ഒരു 50,000 എടുത്തു വിചാരിക്കുക, അല്ല ഒരു 5 lakh ഇവരൊരു ഹോം പേഴ്സണൽ ലോൺ നോക്കാം. നമുക്ക് 5 lakh നമ്മളിപ്പോൾ ലോൺ എടുത്തു വിചാരിക്കുക. 5 lakh നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നത് 10 വിചാരിക്കുക. നമുക്കൊരു കൊല്ലാന്ന് വിചാരിക്കുക നമ്മളിട്ട് ലോൺ ടെൻഡർ എടുത്തത്. അപ്പോൾ നമുക്ക് ടോട്ടൽ പേയ്മെൻറ്റ് വരിക നമ്മളോട് ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പോൾ അത് ആക്ച്വലി ടോട്ടൽ പേയ്മെൻറ്റ് വരിക നമ്മൾ 1 ലക്ഷത്തിന് ലോൺ എടുത്താൽ നമുക്ക് ഇപ്പോൾ 1 ലക്ഷം അല്ല, സോറി 5 ലക്ഷത്തിന് നമ്മൾ ലോൺ എടുക്കാൻ വിചാരിക്കുക. നമുക്കൊരു 10% ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചാൽ നമ്മളൊരു ടോട്ടൽ പേയ്മെൻറ്റ് നമുക്കൊരു 1 year ആണെങ്കിൽ നമുക്കൊരു 27,000 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും ഇൻട്രസ്റ്റ് ആയിട്ട്. അത് നമ്മുടെ ഈ ടെൻഡർ കൂടുന്നതനുസരിച്ച് ഇത് കൂടും കേട്ടോ. അത് വേറെ കാര്യം. ഇപ്പോൾ ഒരു 6 കൊല്ലമാണെന്ന് വിചാരിക്കുക, നമുക്ക് 5 ലക്ഷത്തിൽ എടുക്കുന്നതിന് പകരം 6,60,000 എടുക്കേണ്ടി വരും. അത് 10% കേട്ടോ. ശരിക്കും ഇവരെ പേഴ്സണൽ ലോണിൻ്റെ റേറ്റ് വരുന്നത് 10%. പക്ഷേ നമ്മൾ ബാക്കിയുള്ള ഹോം ലോണും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ അതിനായിട്ടും കൂടും, അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും ഇത് ജസ്റ്റ് സിമ്പിളാണ്. നെക്സ്റ്റ് നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിൽ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മതി. വേറെ നമുക്ക് പ്രത്യേകിച്ച് കാണിച്ചു തരേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്ന് തോന്നുന്നു. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളപ്പോൾ തന്നെ റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലേക്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട. നമ്മൾ ഇൻസ്റ്റായിലെ മെസ്സഞ്ചറിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് കമൻറ്റ് ചെയ്താലും മതി, നമ്മളപ്പോൾ എല്ലാത്തിനും അപ്പോൾ തന്നെ റിപ്ലൈ കൊടുക്കുന്നതാണ്, ഡീറ്റെയിലായിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ഉണ്ടാവല്ലോ. അപ്പോൾ ബൈ.